വൃത്തിയിടാക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഓക്കെ നമ്മൾ ഹായ് ഗൈസ് വെൽക്കം. അമ്മമ്മക്ക് ഇറങ്ങിക്കണം. ഹലോ അമ്മ. നമ്മുടെ മൂക്കിൽ മുടിയാണ്. ഓക്കെ ഗൈസ് വീണ്ടും അമ്മേനെ കൊണ്ടുവന്നിരിക്കുകയാണ് എന്റെ വ്യൂസ് കൂട്ട്. അമ്മേനെ മുതലെടുക്കുകയാണ് ഞാൻ. ചേട്ടാ മൈ മദർ വൈ നോട്ട്. സോ നമ്മൾ എവിടെ, നമ്മൾ ഗസ് ചെയ്യൂ, കമന്റ് ആയേ. സോ ബേസിക്കലി വി ആർ ഗോയിങ് ടു വർക്കല. എന്തിനാ? ചുമ്മാ അല്ല, അമ്മൂമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു. ഈ കിളവിയുടെ ബർത്ത്ഡേ നമ്മൾ ആഘോഷിക്കാൻ നമ്മൾ ജസ്റ്റ് 3 ladies going. ബെസ്റ്റ് പാർട്ട് ഇസ് ദാറ്റ് വർക്കല പോകുമ്പോൾ പൂളിലൊന്നും ഇറങ്ങാൻ പറ്റില്ല, ബിക്കോസ് ദാറ്റ് ടൈം ഓഫ് ദ മന്ത് ഓക്കെ. പക്ഷെ ഒരു ഓട്ടോ ചേട്ടൻ ഈ സൈഡിൽ ഒരു റോങ് ടേൺ. ഈ ഓട്ടോ ചേട്ടന്മാരുടെ പ്രശ്നങ്ങൾ എനിക്ക് ഓട്ടോ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഈ ചേട്ടന്മാരുടെ സമയത്ത് നല്ല ഓട്ടോക്കാരുണ്ട്, അടിപൊളി ഓട്ടോ ചേട്ടന്മാരുണ്ട്. പക്ഷെ അവരുടെ പേരും കൂടെ കളയാൻ വേണ്ടി ചില ചേട്ടന്മാരുണ്ട്. കേരളം ഹോണും ഇല്ല, അവർ കൈയുണ്ട് ഇങ്ങനെ, പക്ഷെ കൈ കാണത്തൂടിയില്ല. അവര് അകത്തിരുന്നിട്ട് ഇങ്ങനെ കാണിക്കും, നീന്തൊന്നുമല്ല. പക്ഷെ എനിക്ക് ഇഷ്ടമാണ് ഞാൻ ഓട്ടോ. യെസ് വി ഹാവ്. നമുക്ക് ട്രസ്റ്റ് വർത്തി ആയിട്ട് 2 ഓട്ടോ ചേട്ടന്മാരുണ്ട് നമ്മുടെ വീട്ടില്. സീനറി ഒന്നും ഇല്ല, ഒരു ഇങ്ങനത്തെ ഒരു സ്ഥലം മാത്രം. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പഠിക്ക അറിയില്ല. എന്റെ അമ്മമ്മ ഉറങ്ങി. അമ്മമ്മ എന്താ അങ്ങനെ ഇരിക്കുന്നത്? ഓ തഗ്. ഐ ഹോപ്പ് നിങ്ങൾ എന്റെ അമ്മ ഉള്ളതുകൊണ്ട് നിങ്ങൾ കാണുമെന്ന്. കുറച്ച് പേരുണ്ട് എന്നെ കാണാൻ വേണ്ടി ഇരിക്കുന്ന കുറച്ച് ഫാൻസ്. പക്ഷെ അമ്മ വരുമ്പോ ഒബ്വിയസ്ലി വ്യൂവേഴ്സ് കൂടും, ബിക്കോസ് മഞ്ചപ്പിള്ള ആയതുകൊണ്ട്. എങ്ങനെ ഇരിക്കണം? നമ്മൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ഇനി പോകും. നിങ്ങൾ കാണുന്നുണ്ടോ അത്? അമ്മ ഹലോ. ട്രസ്റ്റ് മീ, അമ്മമ്മ ഓക്കെ ആണ്, നിങ്ങൾ പേടിക്കരുത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഗൈസ്? കടൽ. ഞാൻ ആരാന്ന വിചാരം ഗൈസ്? മഞ്ജു ഒറ്റയടിക്ക് ഈ ബമ്പൻ വണ്ടി തിരിച്ചിട്ടു. ക്ലാപ്സ് അടിക്കൂ. ഓക്കെ, നിനക്ക് ഭയങ്കര ഒരു വിലയില്ല കേട്ടോ. അയ്യോ വെയിലടിച്ചങ്ങ് വെളുത്ത്. നമ്മളിപ്പോ എവിടെയാണ്? നമ്മള് കഫേ നിൽക്കുവാണ് ഗൈസ്. നമ്മളിവിടെ വർക്കലയിൽ എടുക്കാം. ഊണ് കഴിച്ചിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോകാന്ന് വെച്ചിട്ടുണ്ട്. നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് ഫുഡുണ്ട്, പക്ഷെ എനിക്ക് തൊട്ടിപ്പുറത്ത് ആരും പറക്കുന്ന അവിടെ എനിക്ക് കാണാൻ പറ്റില്ല. എനിക്കും പറക്കണോ അമ്മ? നിന്നെ പറപ്പിച്ച മതി. ഇവിടെ കുറെ സുന്ദരിയായ പെണ്ണുങ്ങളുണ്ട് ഗൈസ്. നോർത്ത് ഇന്ത്യൻ കുറെ വെരി പ്രെറ്റി. ഞാൻ എപ്പോഴും അമ്മ ഒരു ബോയ് ഫ്രണ്ടൊക്കെ ആയിട്ട് ഇവിടെ വരുന്നത്. എനിക്കങ്ങനെ ബോയ് ഫ്രണ്ട് ഒന്നും ഇല്ലാതെ നമ്മൾ ഒന്നുകിൽ സിംഗിളായിട്ട് വന്ന് എൻജോയ് ചെയ്യണം, അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട്സോ അമ്മയായിട്ട് ഫ്രണ്ട്സായിട്ട് വരുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പം നമുക്ക് പല ബോയ് ഫ്രണ്ട്സായിട്ട് വന്ന് ഓരോരോ ഡിഷ് ട്രൈ ചെയ്യാം. അതിന് പല ബോയ് ഫ്രണ്ട്സായിട്ട് വരുന്നതിന് ഒറ്റയ്ക്ക് വന്ന് ചെയ്തു കേട്ടോ. അതല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ഗൈസ്, നമ്മൾ പ്ലിങ്ങിപ്പോയി. ബിക്കോസ് നമ്മളെന്തിനാ ഇവിടെ ഭയങ്കര ക്രൗഡഡ്. 14 ഗ്രൂപ്പ് വെയിറ്റ്. അതെ, അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യണം. സോ നമ്മൾ വേറെ പോയിട്ട് പാവം അമ്മച്ചിക്ക് വിശന്നിട്ട് നമ്മൾ കേക്ക് മേടിച്ചു, കാരണം ഷുഗർ താഴ്ന്നു പോകും. എനിവേ വി ആർ ഗോയിങ് ബാക്ക് ടു ദ റിസോർട്ട്. എന്നിട്ട് നമ്മൾ അവിടെ പോയിട്ട് ഫ്രൈഡ് റൈസ് കഴിക്കുകയാണ്. നമ്മൾ റിസോർട്ടിലെത്തി. പക്ഷെ നിങ്ങൾക്കത് കാണുന്നുണ്ടോ? കാണുന്നില്ല. ഇത് ഈ സാധനം എവിടെ? ഈ സാധനം അതെൻ്റെ തലയിൽ കൂടെ പറന്നുപോയി. അപ്പോൾ അത് കാണിക്കാൻ പറ്റിയില്ല. ഞാൻ ബേസിക്കലി അവിടെ ചന്തിയാണ് കണ്ടത്. ബട്ട് എനിക്ക് നൈസ്. ഓക്കെ, ദിസ് ഇസ് ദ വ്യൂ. ഡാം
See, I love beaches. കാണുന്നുണ്ടോ? വോ, ശോഭനകുമാരിയെ നമ്മളെ അങ്ങനെ പൊക്കി എണീപ്പിച്ചിരിക്കുകയാണ് ഗൈസ്. ഇത്ര നേരം ഉറക്കമായിരുന്നു അമ്മച്ചി റിസോർട്ടിൽ വന്നിട്ട്. കുഴപ്പമില്ല. ഡാം. ഓക്കെ, സോ അമ്മൂമ്മയുടെ ബർത്ത്ഡേക്കായി ഇവർ പാവം ദീസ് പീപ്പിൾ, ദ റിസോർട്ട് പീപ്പിൾ ഇവർ ചെയ്തു തന്നു. എന്ത് ക്യൂട്ടാ. അങ്ങനെ ബർത്ത്ഡേ കഴിഞ്ഞു, പക്ഷെ എന്നാലും ഭയങ്കര പാട്ടൊക്കെ ഇട്ട്. ഡാം, സോ ക്യൂട്ട്. എസ്തറ്റിക് ആയിട്ട് അമ്മൂമ്മ അവിടെ നിൽപ്പുണ്ട്. അമ്മൂമ്മ, ദിസ് ഇസ് ദ കേക്ക്. അവർ നമുക്ക് തന്നതാണ്. വെരി സ്വീറ്റ്. ആൻഡ് ദിസ് ഇസ് ദ വ്യൂ. വാട്ട് എ വ്യൂ. അമ്മേ ശക്തിയില്ല. ഗൈസ്, ഞാൻ ഈ ഇവിടെ കയറാൻ പോകണം, പക്ഷേ ഇത് എൻ്റെ അത്ര ഹൈറ്റ് ഉണ്ട്. ഓക്കെ ഗൈസ്, എനിക്കിങ്ങനെ ഫോൺ വെക്കാൻ പറ്റില്ല, ബട്ട് ഐ വോണ്ട് യു ടു എക്സ്പീരിയൻസ് ദിസ്. അമ്മേ, എനിക്ക് ഒരു ഡിസ്ക് പോയതാ പകുതി. ഓക്കെ ചേട്ടാ ഒന്ന്. 2 തെങ്ങുണ്ട് ഗൈസ്. രണ്ടല്ല 3 തെങ്ങുണ്ട്, ഒരു ചന്ദ്രനുണ്ട്, ഞാനുണ്ട്. അമ്മമ്മ ചിരിക്കാം. അമ്മമ്മ, അമ്മയുടെ ബർത്ത്ഡേ ആണ്. അമ്മ ചിരി. അമ്മ, അമ്മയുടെ ബർത്ത്ഡേ ആണ്. എന്നെ കാണാൻ വേണ്ടിയാണ് ഞാൻ ഇതിവിടെ വെച്ചിരിക്കുന്നത്. നമ്മൾ വീണ്ടും പ്ലിങ്ങിയ സ്ഥലത്തേക്ക് നമ്മൾ വന്നു. നമുക്ക് സീറ്റ് കിട്ടി. നമ്മളെല്ലാവരും ഇവിടെ ഉണ്ട്. പക്ഷെ ബീച്ച് സൈഡാണ്, പക്ഷെ ബീച്ച് കാണത്തില്ല, ബിക്കോസ് രാത്രിയാണ്. ബീച്ച് സൈഡ് ബീച്ച് എങ്ങനെയമ്മ ബീച്ച് കാണുന്നു? അതാണ് ബീച്ച്, അതാണ് കപ്പൽ. കാണുന്നതാണ് കപ്പൽ ലൈറ്റ്സ്. നമുക്ക് സൗണ്ട് കേൾക്കായിരിക്കും. ഞാൻ ബട്ടർഗേൾ പ്രോൺസ് ഉണ്ട് അതിൻ്റെ ഫേവറേറ്റ്. ഓക്കെ ഗൈസ്, ഇവിടെ എല്ലാം കപ്പിൾസാണ് ഗൈസ്. ഇവിടെ വന്നപ്പോൾ ഒരു ചെറിയ ടീ ഉണ്ട് ഗൈസ്. ടീ ഞാൻ പറയുവാണേ അമ്മ. ബേസിക്കലി നമ്മൾ രാവിലെ ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ സ്ഥലമൊന്നും പറയുന്നില്ല, പക്ഷേ നമ്മൾ അങ്ങനെ ഇറങ്ങി വന്നു. ഞാനിത് കേട്ടില്ല, എൻ്റെ അമ്മൂമ്മയാണ് ഇത് പറഞ്ഞത്. അമ്മൂമ്മ ഇത് കേട്ടു. ദിസ് ഇസ് ഗൈ ഹൂ ഇസ് ഒരു സെർവർ, ഇങ്ങനെ സെർവ് ചെയ്യുന്ന ഒരു ആൾ. നമ്മൾ സീറ്റിലെന്ന് പറഞ്ഞാൽ നമ്മൾ ഇറങ്ങി. അപ്പോൾ അമ്മ പറഞ്ഞു നീ അയാൾ പറഞ്ഞ കേട്ടോ ചോദിച്ചു. അപ്പോൾ ഞാൻ മനസ്സിലായി. അപ്പോൾ അമ്മ ഞാനും കേട്ടെന്ന് പറഞ്ഞു. സോ ബേസിക്കലി വാട്ട് ദേ സെഡ്, ഇപ്പോൾ അമ്മ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ചിലർക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. അപ്പോൾ ചിലർക്ക് മനസ്സിലായി കഴിയുമ്പോൾ അവർ ഓ ഇത് ഇന്ന ആളാണ് എന്നൊരു റിയലൈസേഷൻ ഉണ്ടാവില്ലല്ലോ, സ്പ്ലിറ്റ് സെക്കൻഡ് റിയലൈസേഷൻ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരാൾ ഇങ്ങനെ ഓ ഇങ്ങനെ റിയാക്ഷൻ വന്നപ്പോൾ അപ്പുറത്തെ ആൾ പറഞ്ഞു എന്താ നീ മനുഷ്യന്മാരെ കണ്ടിട്ടില്ലേന്ന് ചോദിച്ചു. ഇറ്റ് ഈസ് ഫാക്റ്റാണ്. പക്ഷേ ഇതേ സ്ഥാനത്ത് വേറൊരു ആക്ടർ വരുമ്പോൾ അമ്മ പറയേണ്ടെന്ന് പറഞ്ഞിട്ടിരിക്കുക, പക്ഷെ ഞാൻ പറയും. ഇതേ സ്ഥലത്ത് വേറൊരു ആക്ടർ, കുറച്ചും സ്റ്റാറ്റസ് കൂടി ആക്ട്രസ് വരുമ്പോൾ അയാൾ ഈ സെൻറ്റൻസ് പറയില്ല. ഐ എം പ്രിറ്റി ഷുവർ ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദി ഇൻസെക്യൂരിറ്റി. I would suggest him to go see a therapist, but it is fine. It's his choice. Anyway, എന്നിട്ട് നമ്മൾ രാവിലെ പോയി. We went somewhere else and then dinner we came back here because the food here is great and the view is nice, ambience is nice, so we came back here. അമ്മയെ നടന്നു പോയി ആദ്യം. ഞാൻ എൻ്റെ അമ്മൂമ്മയുടെ പിന്നെ വരുമായിരുന്നു. അപ്പോഴത്തേക്കും എന്നെ ഇങ്ങനെ നോക്കിയിട്ട് he did this reaction. I don't understand what is wrong with people sometimes. അയാൾക്ക് എന്താ എത്ര ചാടാ? ഒരു ആക്ട്രസ്സായ ഒരു സെലിബ്രിറ്റി, ഒരു ഫേമസ് ആയ ഒരാൾ, എൻ്റെ അമ്മയ്ക്ക് ഇത്രയും ചാടിയില്ലെങ്കിൽ അങ്ങേർക്ക് എന്തിനാ എത്ര ചാടാം? എനിക്ക് മനസ്സിലാവുന്നില്ല. വാട്ട് ഇസ് റോങ് വിത്ത് പീപ്പിൾ. എന്നിട്ട് ഞാൻ അമ്മമ്മ താഴെ ഇറക്കിയിട്ട് ഞാൻ തിരിഞ്ഞു നോക്കി, അങ്ങേര് നോക്കുന്നുണ്ടോ അറിയാൻ വേണ്ടി. ഇത് റെക്കോർഡ് ആവുന്നുണ്ടോ? റെക്കോർഡാണ്. എന്നിട്ട് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഇങ്ങനെ ഒരുമാതിരി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഡസ് ഹി ഓൺ ദിസ് പ്ലേസ്? ഇത് ഇങ്ങനെയുടെ ആണോ? എനിക്ക് ഇങ്ങനത്തെ ആ പൊട്ടമരെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. ജനം പലവിധം. ഒരു മിനിറ്റ്. ബഹുജനം. ഒരു മിനിറ്റ്. ഓക്കെ, പറഞ്ഞോ. ബഹുജനം പലവിധം. നമ്മൾ പല സ്ഥലങ്ങളിലും ട്രാവൽ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള പല പല ആൾക്കാരും കാണും. അതിൽ നമ്മൾ ഇത് മൈൻഡ് ചെയ്യാതിരിക്കാന്നുള്ളതേ ഉള്ളൂ, അതിനകത്ത് അപ്പുറത്തേക്കൊന്നുമില്ല.
അതൊന്ന് വിട്ട് കളയുന്നതാണ് നല്ലത്. ഞാൻ മൈൻഡ് ചെയ്തില്ലല്ലോ. വിട്ട് കളയണം, എന്നെ കാണുന്നില്ല. വിട്ട് കളയണം ഗൈസ്. ബട്ട് സ്റ്റിൽ എനിക്ക് അങ്ങനെ വിട്ട് കളയാൻ പറ്റില്ല. ഞാൻ വിട്ട് കളയത്തില്ല. നോക്കിക്കോ, ഞാൻ പോകുമ്പോൾ ഒരു ലുക്ക് കൊടുക്കും ഇങ്ങനെ. ഞാൻ പോകും. പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ. നമ്മുടെ ഇന്നത്തെ ഗോസിപ്പ് സെഷൻ കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തൊരു ഗോസിപ്പായി നമ്മൾ നാളെ വരുന്നതായിരിക്കും. സമയത്ത് ഞാൻ പോയിട്ട് അമ്മ ഒന്നും ചെയ്യണ്ട. എൻ്റെ പേര് അപ്പോൾ എൻ്റെ പേര് നൈസ് ടു മീറ്റ് യു. പോയാലോ? നല്ല ഐഡിയ അല്ലേ അമ്മ? ഹി ഈസ് ഓൾറെഡി പ്രിവിലേജ്ഡ് ഇനഫ് ടു സീ യു. വൈ ഷുഡ് യു ഗോ ആൻഡ് ടോക്ക് ടു ഹിം? ഓക്കെ, ഫസ്റ്റ് റൗണ്ട് ഓഫ് ഫുഡ്. ഫലാഫൽ പ്ലാറ്റർ. ഇതാണ് മറ്റേ റാത്തറ്റ്യൂലി, മറ്റേ എലി നിന്ന് ഷെഫ് കുക്കുണ്ടാക്കുന്ന ഒരു സാധനമില്ല, അതാണ് ഈ മറ്റേ കറി പോലെ ഇരിക്കുന്നത്. പിന്നെ സോസേജ് ബ്രെഡ്. ഓക്കെ, താങ്ക് യു. നേരത്തെ റെക്കോർഡായില്ല, നമ്മൾ രണ്ടും വയറ് ഫുള്ളായിട്ടിരിക്കുകയാണ്. പൈസ കൊടുക്കേണ്ട ആള് പോയി ഗൈസ്. അമ്മമ്മ ഇവിടെ ഫുഡ് കിറുങ്ങി അടിച്ചിരിക്കുകയാണ്. അമ്മമ്മ കിറുങ്ങലാണ് അമ്മമ്മയുടെ പ്രധാന ജോലി. ജസ്റ്റ് ടു മേക്ക് ഇറ്റ് ക്ലിയർ ഗൈസ്, ഞാനിത് വേസ്റ്റ് ആക്കിയില്ല, ഞാൻ ഫുള്ള് തീർത്തു എല്ലാം. ജസ്റ്റ് ടു ബി ക്ലിയർ, ഇവിടുത്തെ ഫുഡ് ഇസ് അടിപൊളി. ലൈക്ക് പ്രോൺസ്, മാംഗോ ഒക്കെ നമ്മൾ പറഞ്ഞു. എനിവേ, ഈവൻ ലൈക്ക് ബാക്കി കുറച്ച് പേരുണ്ട് വെയിറ്റ് നമുക്കിങ്ങനെ സെർവ് ഒക്കെ ചെയ്ത, അവരും നല്ല അടിപൊളിയാണ്. ജസ്റ്റ് ബിക്കോസ് വൺ പേഴ്സൺ ഇസ് ബാഡ് ഡസൻറ്റ് മീൻ other people are bad as well. Maybe he's not bad. Comment karna chetan chelappo bad aayirikkilla. Maybe he's going through something, or maybe, you know, whatever it is. It was not nice of him to say it, but it is fine. Like whatever is whatever. And ഈ പാട്ട് ഇപ്പോൾ നമുക്ക് മറ്റത് ചിന്തിക്കാതെ നമുക്ക് പാടാൻ പറ്റില്ല. ബട്ട് ഐ ലൈക്ക് ഇറ്റ്. എൻ്റെ പട്ടിക്കുട്ടിക്ക് അത് ഇഷ്ടം. നിങ്ങൾ വിചാരിക്കും ഞാൻ ഭയങ്കര തീറ്റക്കാരിയാണെന്ന്. യു ആർ കറക്റ്റ്. ഞാൻ ഭയങ്കര തീറ്റക്കാരിയല്ലേ? വെരി ഓണസ്റ്റ് ആൻസേഴ്സ്. എനിവേ, chocolate croissant with strawberry iced tea. Wow, with this wonderful view. അമ്മ എന്തിനാ മാനങ്ങന്ന്? ഒരു കൈയിട്ട് പറ്റുന്നില്ല. സമാധാനമായല്ലോ. എൻ്റെ അമ്മയ്ക്ക് ഡാർക്ക് ചോക്ലേറ്റ് പറ്റത്തില്ല ഗൈസ്. വൈറ്റ് ചോക്ലേറ്റ് അല്ലെങ്കിൽ മിൽക്ക് ചോക്ലേറ്റ് മാത്രമേ ഇഷ്ടമുള്ളൂ. വൈറ്റ് ഇഷ്ടമല്ല, സോറി, എനിക്ക് മിൽക്ക് ചോക്ലേറ്റ് മാത്രമേ ഇഷ്ടമുള്ളൂ. ഡാർക്ക് ചോക്ലേറ്റ് ഇഷ്ടമല്ല. സോ ഇമ്മച്ചുവർ കിഡ്സ്. സോ നാളെ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് കാണാം. ഞാൻ പറഞ്ഞ 6:45 നീട്ടു കോഫി കുടിക്കാൻ. ഞാൻ 6:45 ബീച്ച് വ്യൂ കോഫി കുടിക്കാനായിട്ട് 6:45 നീട്ടു. സത്യമായിട്ടും വ്ളോഗ് ചെയ്യാനല്ല എണീറ്റ. ഞാനങ്ങനെ വിചാരിക്കുന്ന ലൈഫ് സ്റ്റൈൽ അങ്ങനെയല്ല. ഞാൻ എണീക്കാറില്ല രാവിലെ, പക്ഷെ എല്ലാ ദിവസവും ഉറങ്ങുന്നുണ്ട്. ഇന്ന് ദൈവമേ പട്ടി കുഴപ്പമില്ല, അതങ്ങ് മാറിക്കോളൂ അല്ലേ. 2 പട്ടി, 3 പട്ടി, 4 പട്ടി. ചേട്ടാ പട്ടി കുഴപ്പമൊന്നുമില്ല ഇവന്മാർ, പക്ഷെ എപ്പോൾ കടിക്കുമെന്നറിയില്ല. ചേട്ടാ ഒന്ന് മാറുവാണെങ്കിൽ ഈ ഒരെണ്ണം പറഞ്ഞെടുത്തു. അവിടെ സ്നേഹിക്കാനാണെങ്കിൽ ഓക്കെ. എനിക്ക് എൻ്റെ കാപ്പി കുടിക്കണം ഗൈസ്. അവിടെ നിന്ന് മാറട ചെക്ക, കഫേ തൊട്ടടുത്തോ. കടിക്കല്ലേ കുട്ടാ. അയ്യേ, പട്ടി മൂത്രച്ച സ്ഥലത്താണ് ചാട്ടി. ഹായ് ചേച്ചി, ഗുഡ് മോർണിംഗ്. പോയിരുന്നോട്ടെ. ഓ കോഫി എടുക്കണല്ലേ? സോറി. എൻ്റെ അമ്മയ്ക്ക് പ്രൂഫായിട്ട് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്, അവിടെ എത്തിയെന്ന് അറിയിക്കാൻ വേണ്ടി. എന്താ വേണ്ട എനിക്ക്? ഐസ്ഡ് ആയിട്ടുണ്ടോ? രാവിലെ ഐസ്ഡ് വേണോ? സൈനസ് ഇളകൂലേ? ഹോട്ടലെന്നല്ല, ഒരു ഹോട്ട് വനില്ല ക്യാപ്പച്ചീനോ, ഒരു ക്രസോ. ഐ ആം ദ ഫസ്റ്റ് കസ്റ്റമർ മമ്മ. ഓക്കെ, സോ ഞാൻ ധൃതി പിടിച്ച് വന്നത് ഇവിടെ തിരക്കാവും എന്നൊക്കെ വിചാരിച്ച, പക്ഷേ ഐ ആം ദ ഫസ്റ്റ് കസ്റ്റമർ.
ഗൈസ് ആരും ഇവിടെ ഇല്ല. ഇറ്റ്സ് ഓൾ ടു മൈ സെൽഫ്. ഐ ആം കിഡിങ്. ഇറ്റ് ഈസ് നോട്ട് ഓൾ ടു മൈ സെൽഫ്. ഞാനൊരു ക്യാപ്പച്ചീനോ ആൻഡ് ക്രസോൺ പറഞ്ഞു. എനിക്ക് ഒരു വിശപ്പും ഇല്ല, പക്ഷെ എസ്തറ്റിക്കിന് രാവിലെ കടപ്പുറത്തിൻ്റെ സൈഡിൽ വന്നിരുന്നു. കടപ്പുറത്തിൻ്റെ സൈഡിൽ വന്നിരുന്നു ചില്ലടിക്കാനായിട്ട്. ഐ ഷോ യു ദ വ്യൂ. നിങ്ങൾക്കിപ്പോൾ സൗണ്ട് കേൾക്കായിരിക്കും വേവ്സിൻ്റെ. ഇതാണ് ഇന്നലെ രാത്രി വന്നിരുന്ന വ്യൂ. രാത്രി ആയതുകൊണ്ട് കാണാൻ പറ്റാത്തതാണ്. സോ ഇവിടെ ഇരുന്ന് കാപ്പി കുടിക്കാൻ വേണ്ടി മാത്രം ഞാൻ രാവിലെ 6 മണിക്ക് എണീറ്റു. പക്ഷേ ജിമ്മിൽ പോകാനോ വേറെ എവിടെ പോകാനോ ഞാൻ 6 മണിക്ക് എണീക്കില്ല. തിങ്ക് ചെയ്ത് നോക്കി. ഗൈസ് എനിക്ക് ഉറക്കം വരുന്നു ഗൈസ്. ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന പോലെ നിങ്ങളൊന്നും സോഷ്യൽ മീഡിയ കാണുന്ന നിങ്ങളൊന്നും വിചാരിക്കരുത്. നിങ്ങൾ വിചാരിക്കും വാവ് നല്ല കുട്ടി 6 മണിക്ക് എണീറ്റു കാപ്പി കുടിക്കാനായിട്ട്. വാവ് അല്ല, ഈ കാഴ്ചന് എനിക്ക് വേറെ എപ്പോഴും കിട്ടില്ല. ഇനി ദാരിദ്ര്യം ഓൺലി. ഐ എം കിഡിങ്. ദാരിദ്ര്യമല്ല, ഐ എം കിഡിങ്. ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ദ ലൈഫ് ഐ ഹാവ്. ഐ ഡോണ്ട് നോ വൈ ഐ ആം സോ ഹാപ്പി അബൌട്ട് ബീയിങ് സിംഗിൾ ഹിയർ. ഐ മീൻ സിംഗിൾ ഇൻ ദ സെൻസ് നോട്ട് ലൈക്ക് ദാറ്റ്. യു നോ വാട്ട് ഐ മീൻ. ഈ ഒരു കാപ്പിയും ഈ ഒരു ക്രസോൺ കഴിക്കാനായിട്ട് ഞാൻ വന്നു. പക്ഷേ അവിടെ വേറെ 2 പേർക്ക് വേറെ പ്ലാൻസ് ഉണ്ട്. സമ്മതിക്കില്ല. I am so happy because I have my morning. എനിക്ക് കോഫി രാവിലെ ഇല്ലാതെ പറ്റത്തില്ല. I need one coffee. I can't walk. I can't talk. I can't can't function without coffee in the morning. ഞാൻ വലിയ കാര്യത്തിന് ബുക്സും ഹെഡ്ഫോൺസും ഒക്കെ എടുത്തിട്ടുണ്ട് ഇവിടെ വന്നിരുന്ന് വായിക്കാൻ. 2 പേരെ ഇങ്ങനെ വായിച്ചാൽ മതിയായിരുന്നു. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ബുക്സ് കാണിച്ചു തരാം. അതിനു മുമ്പ് മിസ്റ്റർ ബീൻ ഇനി ഞാൻ എന്തുവാ ഈ ബുക്ക് എടുത്തു വായിക്കാനായിട്ട്. ഇതിന് പേരെന്താ? ലാങ് ലീവിൻ്റെ ദ യൂണിവേഴ്സൽ വേഴ്സിൻ്റെ അച്ഛൻ മേടിച്ചെന്നാണ്. ഇതും ഹെഡ്ഫോൺസൊക്കെ ഇതിനകത്തുണ്ട്. സേഫ് ആൻഡ് സൗണ്ട്. പക്ഷേ ഇതൊന്നും ഞാൻ വായിക്കത്തില്ല. വല്ല ജാടയ്ക്ക് എടുത്തത്, എസ്തറ്റിക് ലുക്കിന് എടുത്തതാണ്. ബിക്കോസ് ഇവിടെ വന്നിരുന്നു ജസ്റ്റ് ഫോർ പ്യുവർ എസ്തറ്റിക്സ്. കൊള്ളാം. ഞാൻ ബുക്ക് വായിക്കാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയായിരുന്നു. ഞാൻ ബുക്ക് വായിക്കാം. ബൈ ദ വേ, ദിസ് ഈസ് എ ബുക്ക് മാർക്ക് ദാറ്റ് ഐ ഗോട്ട് ഫ്രം ഫ്ലോറൻസ് വെൻ ഐ വാസ് ഇൻ ഫ്ലോറൻസ്. ദിസ് വാസ് €1 or something. ലുക്ക് ഹൗ പ്രെറ്റി. ദിസ് ഈസ് എ വ്യൂ ഫ്രം മിക്കലാഞ്ചലോ. നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മിക്കലാഞ്ചലോ സ്ഥലമുണ്ട്. അവിടെ ബസ് പിടിച്ച് പോയി ഫുൾ തിരക്കായിരിക്കും. അവിടെ പോയി ഇരിക്കും. ഇങ്ങനെ ഇരിക്കാൻ രസമാണ്. റിയലി അമേസിങ്. എനിവേ, സോ ഞാൻ ബുക്ക് വായിക്കുന്ന പോലെ ആക്ട് ചെയ്യാം. കണ്ടു. Then if I sit there, I get into your frame. No, you can. It's fine. Yeah? Okay. If you're uncomfortable, only it's a problem. I'm okay. Then I'm you're chill. I fine. didn't want to spoil you. No. Yeah, I just woke up for this. Oh, yeah. It's not the... Yeah. You don't get to see this every day. No. Where's home for you? So I met the owner of Cafe Sarva and അവർക്ക് കുറേ ഇതുണ്ട്. സ്പായും സാർവ ലഗായതക്കാടും വർക്കലെല്ലാം ഒക്കെ ഉണ്ട്. സോ നേരത്തെ കണ്ടത് ഹി വാസ് one of the owners, like him and his wife. He was really nice guy, really nice dude, very chilling, very easy to talk kind of person. നമ്മൾ ചില്ലിരിക്കുമായിരുന്നു. ആൻഡ് ദെൻ ഹി വാസ് ലൈക്ക് ഇവിടെ സ്പാ ഉണ്ട്, അതുണ്ട്. പിന്നെ അമ്മ വാസ് ടോക്കിംഗ് അബൌട്ട് സ്പാ ആൻഡ് എവറിത്തിങ്. അപ്പോൾ അമ്മ ഇപ്പോൾ എണീറ്റുള്ളൂ. സോ ഐ തോട്ട് അതിന് മുമ്പ് ലഞ്ച് വി ആർ ഗോയിങ് ടു കഫേ സാർവ ഫോർ ലഞ്ച്. അപ്പോൾ അതിന് മുമ്പ് സ്പാ ചിലപ്പോൾ പോവും, അറിയത്തില്ല. ബട്ട് ഐ ordered another iced coffee and I'm gonna order French toast because why not? എല്ലാം തിന്ന് കയറ്റാം. പക്ഷേ ഇത് കഴിഞ്ഞ് ഡയറ്റിങ് ഉറപ്പ്. ഡയറ്റിങ് ഡേ 1 ഓഫ് ഡയറ്റിങ്. മറ്റന്നാൾ രാവിലെ തൊട്ട് നാളെ ഉച്ചയ്ക്കാണ് ഞാൻ ഇവിടെ നിന്ന് പോകുന്നത്. ഇപ്പം എന്തെങ്കിലും തിന്നും. ഡയറ്റിങ് ഡേ 1. കോഫി, മിൽക്ക് ആൻഡ് ഫ്രഞ്ച് ടോസ്റ്റ്. ഇതെന്തുവാ? ഇതെൻ്റെ കയ്യിൻ്റെ അത്ര ഉണ്ട്. കൊള്ളാം. ഞാനൊരു മൂലയ്ക്ക് പോയി മര്യാദ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, ഏതോ ഫാമിലി, അമ്മ, അച്ഛൻ, മോൻ, അവരെൻ്റെ മുമ്പിൽ നിന്നു. അപ്പം ഞാൻ അവിടെ ചന്തിയാണോ കണ്ടേ.
ഞാൻ അവിടെ ചന്തി കണ്ടുകൊണ്ടിരിക്കണ്ട. അതുകൊണ്ട് ചതി കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ ബാക്കി പാക്ക് ചെയ്തിട്ട് ഞാൻ പോവുകയാണ്. ഉസ്താദ് ഹോട്ടലിൽ മേൽ പിന്നെ വാതിലിൽ വാതിലിൽ അതൊക്കെ കേട്ട് ചില്ലെടുത്തോണ്ടിരിക്കുന്നു. ഗുഡ് മോർണിംഗ്. ഹലോ. ഓക്കെ, മൈൻഡ് വരും ചെയ്യുന്നുണ്ട്. ഓക്കെ, ആദ്യത്തെ ആളല്ല എന്നെ മൈൻഡ് ചെയ്യാത്ത. സർവ അവരുടെയൊക്കെ ഓണർ കണ്ടു, വെരി ചിൽ ഗൈഡ്. സോ അദ്ദേഹത്തിൻ്റെ ആണിത്. കാണാം. അമ്മയും ഞാനും സ്പായ്ക്ക് വേണ്ടി വന്നു, റിലാക്സേഷന് വേണ്ടി. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ മിക്കതും വീഡിയോസിലൊക്കെ ഉണ്ടാവും. അമ്മയ്ക്കും എനിക്കും സ്പാ ഭയങ്കര ഇഷ്ടമാണ്. അമ്മയാണ് എനിക്ക് സ്പാ പരിചയപ്പെടുത്തി തന്നത്. അയ്യോ അയ്യോ മറന്നുപോയി. കൊടുത്തടാ. വാവ്, താങ്ക് യു ചേട്ടാ. നമ്മളിപ്പോൾ വിളിക്കാൻ തുടങ്ങുമായിരുന്നു. ചേട്ടൻ നമ്മുടെ ഓർത്തെടുത്തല്ലോ, താങ്ക് യു. ഈ ചേട്ടൻ നമ്മളെ സഹായിച്ചു ഗൈസ്. കോട്ടയം വെച്ച് മറന്നിട്ട് വന്നു. അമ്മ ലിറ്ററലി ആലോചിച്ചു കവർ എവിടെയെന്ന്. പക്ഷേ അപ്പോഴത്തേക്കും നമ്മൾ ഇങ്ങനെ ആലോചിച്ച് തിരിഞ്ഞു നോക്കിയപ്പോൾ ആ ഓട്ടോയിൽ ചേട്ടൻ തന്നു. വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ് ചേട്ടൻ. നല്ല മനസ്സ്. ഓക്കെ ഗൈസ്, നമ്മൾ സ്പൈക്ക് വന്നിരിക്കുകയാണ്. ഞാൻ എന്തിനാ ഭയങ്കര ഫോമലാവുന്നത്? അമ്മ വല്ലതും പറ അമ്മ. ഈ ഒരു ഓക്കോഡ് അമ്മ ഒന്ന് മാറ്റിത്താ അമ്മ. ഇതെടുക്കുന്നതേ ഓക്കോഡ്. ഹായ് ഗൈസ്, നമ്മൾ അതേ സ്പാ ഒക്കെ കഴിഞ്ഞ് റിലാക്സ്ഡ് ഒക്കെ ആയിട്ട് നമ്മൾ അമ്മൂമ്മനെ റൂമിൽ പൂട്ടിയിട്ടിട്ട് നമ്മൾ പൂട്ടിയിട്ടില്ല, പാവം അതിന് വയ്യ. ഡോളൊക്കെ കൊടുത്ത് നമ്മൾ കിടത്തി. അപ്പം അമ്മ ഒന്ന് പോയിട്ട് വന്നോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ കഫേ സാർവയിലെത്തി. റൺ അങ്കിളിനെ കണ്ടുകൊണ്ട് മാത്രമാണ്. അതിപ്പോൾ മാത്രമല്ല, അല്ലെങ്കിൽ വരെ ഉദ്ദേശിച്ചു. ഉച്ചയ്ക്ക് ലഞ്ച് ഇവിടെ നിന്ന് എനിക്ക് പ്രോമിസ് ചെയ്തായിരുന്നു. യെസ്. അപ്പോൾ എൻ്റെ വകയല്ല, അമ്മയുടെ വക. ഓഫ്കോഴ്സ് പൈസ കൊടുക്കുന്ന ഞാൻ കൊണ്ടുവന്നവളെ. യെസ്. അപ്പോൾ നമ്മൾ നമുക്ക് കടലൊന്ന് ഒളിഞ്ഞു നോക്കിയാലോ? ഒരു റിവേഴ്സ് ഇത് വെക്കടി. ഇവിടെ തിരിക്കാനുള്ള ഇല്ല, ഞാൻ തിരിക്കണം. കാണാൻ പറ്റും. ഞാൻ എന്തിനാ അമ്മയെ കഫേയിലേക്ക് വന്നത്? കഫേയിൽ വന്നതോ? എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നു. ഞാൻ മാഗി തിന്നാൻ ഈ കഫേയിലേക്ക് വന്നു. പക്ഷെ ബീച്ച് ആൻഡ് മാഗി ഈസ് ഡിഫറെന്റ് വൈബ് അമ്മ. ഒരു കാര്യമുണ്ട് കേട്ടോ, ഞങ്ങൾ മേഘാലയ പോയില്ലേ? മേഘാലയ എന്നല്ല, ഇങ്ങനെയുള്ള ഹിൽ ഏരിയസ് സൗത്തിൽ പോയി കഴിഞ്ഞാൽ, നോർത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഫുള്ള് മാഗിയുള്ളൂ. തണുപ്പല്ലേ ഇവിടെ? നമ്മൾ ചൂട് കാലത്ത് കേദാർ അല്ല, അവർ ചൂടുവെള്ളം തരുമ്പോൾ ഉണ്ടല്ലോ എന്തൊരു ടേസ്റ്റ് ആണെന്നറിയാം. പക്ഷെ മേഘാലയ തണുപ്പല്ലേ? മേഘാലയ തണുപ്പ്. ഇത് ചൂടോടെ അവർ ഉണ്ടാക്കി തരില്ലേ? പക്ഷെ നമ്മൾ ചൂടത്തല്ലേ ഇപ്പോ? ഓക്കെ ഇതെന്താ ഇനി സർവേ വന്ന ഫ്രഞ്ച് ഫ്രൈസ്? ഇല്ല, ഞാൻ വേറെ ഓർഡർ ചെയ്തില്ല. അതിന്റെ തുടക്കം മാത്രം. ഞാൻ മാഗി ഓർഡർ ചെയ്തിട്ട് അമ്മ ഇത് അമ്മയ്ക്ക് വീട്ടിൽ ഉണ്ടാക്കിക്കൂടെ? തൈരും മാംഗോയും. തൈരല്ലത്, ഐ മീൻ യോഗോട്ട് അല്ലേ? സ്മൂത്തി. നോക്കൂ, ഞാൻ ഹെൽത്തിയാണ് ഇവിടെ പോയത്. ഹെൽത്തി കൊട്ടാ അമ്മ. ഇതെങ്ങനെയാണ് നീ കുടിക്കുന്നത്? അമ്മ കട്ടൻ കാപ്പിയാ. വാട്ട് ഡു യു എക്സ്പെക്ട്? ദിസ് ഇസ് കട്ടൻ കാപ്പി വിത്ത് ഓറഞ്ച് ജ്യൂസ്. ഇറ്റ്സ് എ തിങ്, ട്രസ്റ്റ് മീ. അതൊരു സാധനമാണ്. കട്ടൻ കാപ്പി കുടിച്ച് എങ്ങനെ ഇരിക്കും? കട്ടൻ കാപ്പി ഓക്കെ. അതിൻ്റെ കൂടെ ഈ പുളിയുള്ള ഓറഞ്ച് ജ്യൂസും. വാട്ട് ഈസ് എ ബാലൻസ് ഡയറ്റ്? ബാലൻസ് കഴിഞ്ഞാൽ ഇതും അതും ബാലൻസ് ആയിട്ട് മധുരവും എരിവും. ഫ്രണ്ട്സിൻ്റെ ഹെൽത്ത് കഴിക്കാം, അല്ലെങ്കിൽ വയറിന് സങ്കടം വരും. ആക്ട്രസ് എന്ന് പറയാൻ ഒന്നും പറയാൻ ചുട്ടുമണി. അൾട്ടിമേറ്റ് സിംഗിൾ ലൈഫ്. രണ്ടെങ്കിൽ നമ്മളെയും അമ്മേനെ എന്നെയും കൊണ്ടുവന്നു. സോ അവിടെ അതിൻ്റെ സ്പായുണ്ട്. ആൻഡ് ഇത് സ്റ്റേ ഡാം വെരി ക്യൂട്ട്. പേരോർത്ത് വെച്ചോണം. അടുത്ത പ്രാവശ്യം വരുമ്പോൾ വിളിക്കുമ്പോൾ ആര് ഇത് ഏത് മഞ്ഞു പിള്ള ചോദിക്കരുത്.
ലഞ്ചൊക്കെ കഴിച്ചു വീട്ടിലെത്തി. ആൻഡ് ദെൻ ഐ ആം ഗോയിങ് ഡൗൺ ബീച്ചിൽ. എന്തിനാ ബീച്ചിൽ പോകുന്നത്? പാരഡെങ്കിലും ചന്തി കാണാൻ പറ്റും നിങ്ങൾക്ക്. അത് പോയോ? ദിസ് ഇസ് ദ റോഡ്. എന്തോ ഇത് തന്നെയല്ലേ ബീച്ചിലേക്കുള്ള വഴി? ഗോഡ്, അമ്മൂമ്മ വലിയ കാര്യത്തിൽ ഞാൻ വരാമെന്നൊക്കെ പറഞ്ഞ. അമ്മൂമ്മ ഇപ്പോൾ വന്നിരുന്നെങ്കിൽ സൂപ്പറായാണ്. ഇവിടെ എങ്ങനെ എടുത്തുകൊണ്ട് പോലെ മറ്റേ സാധനം വരേണ്ടി വന്നേനെ അമ്മൂമ്മ എടുക്കാൻ. എങ്ങനെയൊക്കെയോ ബീച്ചിലെത്തി. ഞാൻ വീണ്ടും കറുത്തുപോയി. ഓ നോ, യുനോ പണ്ട് വർക്കല വന്നപ്പോൾ സ്കൈ ബ്ലൂ ആയിരുന്നപ്പോൾ വെള്ളവും ഒരുമാതിരി ഭയങ്കര ഇന്റർനാഷണൽ വാട്ടേഴ്സ് അല്ലായിരുന്നു. ലൈക്ക് ഇറ്റ് വാസ് വെരി ബ്ലൂ. ആരുടെ ചന്തി ക്ലോസപ്പ് ഇല്ല, അവർ വരും. അറിയോ ചന്തി? വാവ്, ആക്ച്വലി ഞാൻ പോവട്ടല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ബട്ട് ഇറ്റ് ഇസ് ഫണി. ഏതൊക്കെ തെണ്ടികൾ വിസിലടിക്കുന്നുണ്ട്. അപ്പാപ്പമാരാ. ഐ തിങ്ക് ദേ ആർ ഫ്രം തമിഴ്നാടു. ഐ ഹേർഡ് ദം സ്പീക്കിംഗ് തമിഴ്. കേൾക്കാവോ ഞാൻ പറയുന്നത്? എവിടെ പോയാലും പൊട്ടന്മാരുണ്ടാവുമല്ലോ എൻ്റെ ദൈവമേ. അവർ ഗ്ലാസ്സൊക്കെ പൊക്കി നോക്കുന്നു. അവിടെ എന്നെ ഗ്ലാസ്സൊക്കെ പൊക്കി നോക്കുന്നു. അവർ സൈറ്റ് അടിച്ച് കാണിക്കുന്നു. പെണ്ണുങ്ങൾക്ക് എവിടെയും ലൈക്ക് സമാധാനം ഇല്ലെന്ന് പറഞ്ഞാൽ it's actually bad. But Varkala is like really good. എൻ്റെ മേക്കപ്പ് കഴിഞ്ഞു. കുഴപ്പമില്ല, നൈസ് എക്സ്പീരിയൻസ്. നോബഡി കെയർഡ്. ഇടയ്ക്ക് രണ്ട് ആണുങ്ങൾ വന്നിട്ട് ഹായ് പറഞ്ഞിട്ട് ഇപ്പോൾ അതർ ദാൻ ദാറ്റ് വേസ്റ്റ്. കൊള്ളാം. ഇവിടെ the sky is really amazing. At the same time, അവിടെ ചന്ദ്രൻ. I love when sun and moon is like ഒറ്റയ്ക്ക്. ഇവർക്ക് ബാത്റൂമിൽ പോകാൻ തോന്നിയാൽ എന്ത് പറ്റും? I've always wondered. കുറേ ചൊരനായിട്ട് മര്യാദയ്ക്ക് കാലം കളിച്ചോണ്ടിരുന്നപ്പോൾ അപ്പുറത്ത് കളിച്ച് കുറേ അപ്പന്മാരെ നിന്നെ എന്തിൻ്റെ കേടാന്തോ പൊട്ടന്മാർ. ഇവർ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ? ഇത് ദേഷ്യം എന്നറിയോ? കടലിൽ കായ നിറയ്ക്കാൻ പോലും സമാധാനത്തോടെ പറ്റില്ലെന്ന് പറഞ്ഞാൽ കിളവന്മാർ. ഐ ഡോണ്ട് ലൈക്ക് ദിസ് സ്റ്റുപ്പിഡ് ബ്ലഡി പീപ്പിൾ. Damn, I'm nice at doing makeup. ഞാൻ ജസ്റ്റ് ഇൻ കേസിന് ക്യാമറ ഓൺ ചെയ്ത് വെച്ചേക്കുക ബിക്കോസ് ഐ വാസ് പാസിങ് ത്രൂ ദോസ് ഗൈസ്. എന്തെങ്കിലും എന്നെ അനാവശ്യമായി പറയോ തൊടൂല്ല, ചെയ്യില്ല. ബിക്കോസ് ദർ ആർ പീപ്പിൾ, കുറേ ആൾക്കാരുണ്ട്. ഇത് തന്നെ. പക്ഷെ അവർ അനാവശ്യമായിട്ട് എന്നെ വല്ലതും പറഞ്ഞാലോ ചെയ്താലോ ഒരു പ്രൂഫിനായി ഞാൻ വീഡിയോ ഓൺ ആക്കിയിടുക. ഐ കാൺട്ട് ബിലീവ് ദാറ്റ് ഗേൾസ് ഹാവ് ടു ഗോ ത്രൂ ദിസ്. ആസ് ഇൻ ഞാൻ സമാധാനത്തിനായി പോയി നിന്നു ബീച്ചിൽ. ഒരു alone time, get ready with me, whatever. This is what girls have ഒറ്റയ്ക്ക് പോയാൽ ഉള്ളൊരു പ്രശ്നം. അതൊക്കെ ഇനി കയറണം. അയ്യോ കുഴപ്പമില്ല, ജിമ്മിൽ പോയി ട്രെയിനിങ് ഒക്കെ ഉള്ളതാണ് എനിക്ക്. ഇതൊരു പൂളായിരുന്നു. പഴയ ജർമ്മൻ, പണ്ട് വെച്ചൊരാൾ ജർമ്മനായിരുന്നു. ലൈക്ക് ഹി വാസ് ജർമ്മൻ, സോ ഇറ്റ് വാസ് ഹിസ് ഐഡിയ. പക്ഷെ അതൊക്കെ പോയി. നൗ ഇറ്റ് ലുക്സ് വെരി ഹോണ്ടഡ്. ഇതെന്താ എത്താത്ത ഗൈസ്? എനിക്ക് ഐ ആം ഓക്കെ. അമ്മേ അതമ്മ, ഞാൻ ചുമ്മാ പറയല്ല. വർക്കല സ്റ്റെപ്സ് ആർ റിയലി എന്തുവാ വർക്കല സ്റ്റെപ്സ്? ഐ അണ്ടർസ്റ്റാൻഡ് ബട്ട് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഈശ്വര, ഇനിയും കയറണം അമ്മ. ഇനി ആ മല കയറി ഞാൻ അവിടെ ഐ ക്യാൻ ഡു ദിസ്. ഐ ആം ഫൈൻ. മെൻ്റൽ പവറാണ് ഏറ്റവും വലിയ പവർ. ആണോ? അതെ. ഇതൊന്നും ഞാൻ വ്ളോഗ് ചെയ്യാത്ത ആളാണ്. ഞാനിതെല്ലാം കോണ്ടന്റ് എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി. കണ്ടില്ലെങ്കിൽ ഉണ്ടല്ലോ ഞാനൊന്നും ചെയ്യില്ല. ഞാൻ ചുട്ടുമണി. ഓ
ഓ അമ്മേ ഓഹോ പോ. നിങ്ങൾ വിചാരിക്കും എനിക്ക് ഹെൽത്ത് ഭയങ്കര കുറവാണെന്ന്. നിങ്ങൾ ഈ സ്റ്റെപ്സ് 3 കയറുമ്പോൾ നിങ്ങൾക്കറിയാം എൻ്റെ ഹെൽത്താണോ അത് സ്റ്റെപ്സിൻ്റെ ആണോ എൻ്റെ ഈശ്വര. ഇറങ്ങിയപ്പോൾ ഒരു സീനില്ലായിരുന്നു. അയ്യോ എൻ്റെ അമ്മ അവിടെ ചില്ലടിക്കുന്നുണ്ട്. ഞാൻ എത്തി സക്സസ്ഫുൾ. എൻ്റെ അമ്മ മമ്മ ഒന്ന് ഉറക്കെ പറഞ്ഞേ. ജിമ്മിൽ എന്തിനാ പോകുന്നതെന്ന്. ജിമ്മിൽ സ്റ്റെപ്സ് ഇല്ല അമ്മ, ട്രെഡ്മിലേ ഉള്ളൂ. എനിക്ക് നേരെ നടന്ന ശീലമുള്ളൂ, സ്റ്റെപ്പ് ശീലമില്ല. ഒരു അഡ്വർടൈസ്മെന്റ് ഫോർ ദ മേക്കപ്പ് ബ്രാൻഡ്സ്. ഇത്ര വേർത്തിട്ട് ഒന്നും ഇളകിയില്ല. വേർപ്പുണ്ട്, എങ്ങനെ കാണിക്കുന്ന നോക്കിയാൽ കാണാൻ പറ്റും വേർപ്പൊക്കെ, പക്ഷെ ഇളകിയില്ല. ദാറ്റ്സ് ദ പവർ ഓഫ് മേക്കപ്പ്. ഓക്കെ നിങ്ങൾക്ക് കാണാം, ഇപ്പം കാണാം, കണ്ടോ? വൗ, ഹൗ കഫേ സർവർ ലുക്സ് അറ്റ് നൈറ്റ്. ഗൈസ്, എൻ്റെ ഐഫോണിൽ സ്റ്റോറേജ് ഇല്ല. അതിന് കാരണം എൻ്റെ അമ്മയാണ്. ഞാൻ പണ്ട് 500 GB ഒരെണ്ണം വാങ്ങിച്ചു തരാൻ പറഞ്ഞു. നോക്ക്, സ്പോയിൽഡ്. ആക്ച്വലി അങ്ങനെയല്ല കേട്ടോ. എനിക്ക് ഓരോരോ കാരണത്തിൽ ലൈക്ക് ബിക്കോസ് ഓഫ് മൈ എഡ്യൂക്കേഷൻ ആൻഡ് എവറിഥിങ് ആൻഡ് നീഡഡ് മോർ സ്റ്റോറേജ് ഇൻ മൈ ഫോൺ. പക്ഷെ അമ്മ തൽക്കാലം പറഞ്ഞു 256 മതി. അതിന് നീ എന്തിനാ ഇത്ര വീഡിയോ അതും ഇതൊക്കെ എന്തിനാ ചെയ്യണം? ഇപ്പം മനസ്സിലായെന്ന് തോന്നുന്നു അമ്മയ്ക്ക് എന്തിനാന്ന് അത്രയും. ആൻഡ്രോയിഡിന് ക്വാളിറ്റി ഇല്ല, നിങ്ങൾക്ക് കാണാം. അമ്മയുടെ എന്തോ ഗാലക്സി സംതിങ് ഞാൻ പറയുന്നില്ല, പക്ഷെ എന്തൊരു ആൻഡ്രോയിഡ് ഫോണാണ്, ഒരു ഗുണവും ഇല്ല. ഐഫോണാണ് ഏറ്റവും ബെസ്റ്റ്. iOS camera quality. Night of this vacation. Last night of this vacation. അപ്പോൾ നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി കഫേ സർവേയിൽ വന്നു. അത് ഞാൻ പറയുമായിരുന്നു. ദാറ്റ് ഈസ് റെൻ അങ്കിൾ. മറ്റന്നാൾ തൊട്ട് ഡേറ്റിംഗ് ഡേ 1 വ്ലോഗ്. വർക്കല ഡിന്നർ ഈസ് ഓൾസോ ഡൺ. ഇനി അടുത്ത എപ്പോഴാണ് ഞാൻ ഈ വ്ലോഗ് സംസാരിക്കുമ്പോൾ അമ്മ എന്തിനാ ഇടയ്ക്ക് കയറി വരുന്നത്? ഞങ്ങൾ വർത്തമാനം പറഞ്ഞാൽ നീ എന്തിനാ ബ്ലോഗ് വരുന്നത്? അമ്മൂമ്മ ഗേവ് അപ്പ് ഓൺ ലൈഫ്. മൈ മോമോസ് ഇൻ വർക്കല. വാവ്, എന്ത് അങ്ങോട്ട് വെച്ച് അമ്മൂമ്മ. ഒന്നും അമ്മ സോബറാണ് ഗൈസ്. അമ്മ ഒന്നും. ഡേ 2 ഇന്ന് അവസാനിച്ചു. യെസ്, ടുഡേസ് ഡേ ഇസ് നൗ ഓവർ. ഇനി പോയി ഗുഡ് നൈറ്റ്. ഓക്കെ ഗൈസ്, ഇപ്പോഴും എൻ്റെ അമ്മയുടെ ഫോണിൽ എടുത്തിരിക്കുന്നത് ബിക്കോസ് ഐ ഡോണ്ട് ഹാവ് സ്റ്റോറേജ്. എനിവേ, ദിസ് ഇസ് ദ ലാസ്റ്റ് ഡേ അല്ല, ഇപ്പോൾ പോവുക. ഡ്രസ്സൊക്കെ ചെയ്തു. ഓ, ദിസ് ഇസ് മൈ ഔട്ട്ഫിറ്റ്. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇത് തന്നെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. നിന്ന സ്ഥലം കഫേ ഓഷ്യാനോ ആണ്. അമേസിങ് വ്യൂ ഇറ്റ് ഹാസ്. അവരുടെ കോട്ടേജ് ഒക്കെ ഉണ്ട്. ദിസ് ഇസ് ദ വ്യൂ. ചെക്കൗട്ട് ചെയ്യുക ബിക്കോസ് വീട്ടിൽ പോകണം. എനിക്ക് എൻ്റെ കാത്തൂനെ കാണണം. തന്നില്ല, നാളെ ആതിര വരട്ടെ, ഞാൻ വഴക്ക് കൊടുക്കാം. നമ്മളൊക്കെ റൂമിലാവുമ്പോ നമ്മളെ അറിയൂല. ഗൈസ്, അങ്ങനെ നമ്മുടെ ബർത്ത് ട്രിപ്പ് കഴിഞ്ഞു. അതെ, ബാക്കിരിക്കുന്ന അമ്മച്ചി ഇപ്പോൾ കിറക്കലൊക്കെ മാറി അടിപൊളിയായിട്ടുണ്ട്. അടിപൊളിയൊന്നും ആയില്ല, ഫുൾ ടൈം വീട്ടിലെ കാര്യങ്ങളാ. മാത്രമേ ഉള്ളൂ, ഡിപൊളി തന്നെ ആവും കിടക്കണേ ഉള്ളൂ. രാത്രി മുഴുവൻ ബിന്ദുവിനെ വിളിക്കുന്നുണ്ടായിരുന്നു. ബിന്ദു ആൻറ്റി അവർ അമ്മച്ചി. ബിന്ദു നമ്മുടെ വീട്ടില് വർഷങ്ങളായിട്ട് നിൽക്കുന്ന മെയ്ഡാണ്. അതെ, അപ്പോൾ കംപ്ലീറ്റ് ബിന്ദു ഇങ്ങനെ അമ്മൂമ്മ ഇസ് മിസ്സിംഗ് ബിന്ദു ആൻറ്റി. അത് കഴിഞ്ഞിട്ട് ഇന്നലെ ആരുടെ അപ്പൂപ്പനെ വിളിച്ചു. രസമായിരുന്നു. ഞാൻ എന്റെ സൈഡിൽ കിടക്കാം. അപ്പൊ ഞാൻ ഇങ്ങനെ ഇതാരാ അപ്പൂപ്പൻ. അപ്പൊ ഞാൻ ആരാ അവളുടെ അപ്പൂപ്പൻ. ഷുഗർ ഡൗൺ ആകുമ്പോ നമുക്ക് ബ്രെയിൻ കുറച്ച് ഇതാവും. ഹലോ വിളിച്ചിട്ട് അമ്മ പോകാൻ പറഞ്ഞ അമ്മ പോകാം. ഇനി പോകാറായോ? നിക്ക്, ഞാൻ ചായ ഇട്ട് തരാം. അമ്മ ചോദിച്ചു നമ്മള് വീട്ടിലാണ്, അതുകൊണ്ട് ചായ ഒക്കെ ഇടാൻ വേണ്ടി. നല്ലൊരു ട്രിപ്പായിരുന്നു. അമ്മയ്ക്ക് ട്രിപ്പിൽ പോയി. ഇടയ്ക്കൊന്നും വയ്യാതായെങ്കിലും നല്ല അടിപൊളി മീൻസ് 2-3 ദിവസം നല്ല കുറച്ച് നാളായിട്ട് ഇവള് ഇങ്ങനെ പറയുന്നുണ്ട് ഓരോ കഫേ ഇവിടെ പറഞ്ഞിട്ട്. അപ്പോ കോയിൻസിഡന്റ് ആയിട്ട്, കോയിൻസിഡന്റ് എന്ന് പറയാൻ പറ്റില്ല, ഫെയ്റ്റ് എന്ന് പറയാം. റെൻ അങ്കിളിനെ കണ്ടു. അങ്ങനെ റെൻ അങ്കിൾ കാരണം വി ഹാഡ് എ ഗുഡ് ഡേ യെസ്റ്റർഡേ.
നമ്മളെവിടെ പോയി? റെന്റെന്ന് പറയുന്നത് സാവല്ല, സർവ. നമ്മള് പ്രാണയെ പോയി, അടിപൊളി സ്പാ കഴിഞ്ഞു. സർവ കഫേ പോയി. പിന്നെ അവരുടെ തന്നെ ഗ്രാമം എന്ന് പറഞ്ഞിട്ടൊരു സ്പേസ് ഉണ്ട്. അയ്യോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഗ്രാമം അഗ്രഹാരം. അഗ്രഹാരം എടുത്തിട്ട് അവര് കൺവേർട്ട് ചെയ്തതാണ് ഇതായിട്ട്. പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അതിനടുത്ത് തൊട്ടടുത്ത് തന്നെ ഗ്രാമം എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു സ്പായും ഉണ്ട്. പക്ക ഒരു അഗ്രഹാരത്തിനകത്ത് ബാക്കിലോട്ടേ അവരത് റിനോവേറ്റ് ചെയ്തിട്ടുള്ളൂ. ഫ്രണ്ട് അങ്ങനെ തന്നെ നിർത്തിയിട്ട്. പക്ഷെ അവരുടെ റിസോർട്ട്, ഗ്രാമം എന്ന് പറഞ്ഞ റിസോർട്ട്, ആ സ്റ്റേ ആക്ച്വലി അവർ റിനോവേറ്റ്. നവമി വന്നിട്ടുണ്ട്. നവമി വെയിറ്റ് ചെയ്യായിരുന്നു പോവാൻ. നവമിയുടെ അമ്മ പാവം എൻ്റെ ഭയങ്കര ഫാനാണ്. ഇതാണ് നവമി ചേച്ചി. നവമി ചേച്ചിയുടെ അമ്മ. ഹായ് ആൻറ്റി. നമ്മൾ താമസിച്ച റിസോർട്ടില് വൺ ഓഫ് ദ പാർട്ട്ണറാണ് അമ്മ. ഇന്നലെ ഇച്ചിരി വയ്യാതെ ചേച്ചി കാണണം. We had a great time.